ഹലോ ടെസ്റ്റിംഗ് ഹലോ ടെസ്റ്റിംഗ് ഹലോ. അപ്പോൾ നമ്മൾ ഈ മൈക്ക് പ്രീ ഉണ്ടാക്കിയ മൈക്ക് പ്രീയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും STP മീഡിയ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കരോക്കെ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൈക്ക് പ്രീ ആമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കോമ്പോണൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ മൈക്ക് പ്രിയാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ട്രാൻസിസ്റ്ററാണ്. C1815 എന്നുള്ള ട്രാൻസിസ്റ്ററാണിത്. C1815. പിന്നെ വേണ്ടത് ഒരു കപ്പാസിറ്റർ, ഒരു 1000 UF കപ്പാസിറ്റർ. 25 വോൾട്ടായാലോ 16 വോൾട്ടായാലോ കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റർ. പിന്നെ 2 10 UF കപ്പാസിറ്റർ, ഒരു 1K റെസിസ്റ്റർ, ഒരു 10K റെസിസ്റ്റർ, ഒരു 3.3K റെസിസ്റ്റർ, ഒരു മൈക്കിൻ്റെ പിന്നും കുത്താനുള്ള സോക്കറ്റ് ഒരെണ്ണം, ഒരു ഡോട്ടഡ് PCB. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മൈക്ക് പ്രീ ആമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്, മൈക്ക് പ്രീ സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഈ മൈക്ക് പ്രീ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ആ മൈക്ക് നമുക്ക് ഡയറക്റ്റ് ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മോണോ പ്രീ ആമ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഈ PCBയിൽ നമുക്ക് സോൾഡർ ചെയ്ത് വയ്ക്കാം. ട്രാൻസിസ്റ്ററിൽ 3 പിന്നാണ് ഉണ്ടാവുക. ഫസ്റ്റ് പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ, നടുവിലത്തെ പിന്ന് കളക്ടർ, മൂന്നാമത്തെ പിന്ന് ബേസ്. ഇങ്ങനെ 3 പിന്നാണ് ഈ ട്രാൻസിസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഈ PCBയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഇതിൽ PCBയിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ കളക്ടറും ഈ ബേസും പിന്നും തമ്മിൽ ഒരു 10K റെസിസ്റ്റർ ഇട്ട് നമുക്കൊന്ന് കപ്ലിങ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളൊരു 10K റെസിസ്റ്റർ ഇട്ടിട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും ബേസും തമ്മിൽ നമ്മളൊന്ന് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 3.3K റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് വീണ്ടും സോൾഡർ ചെയ്യണം. അപ്പോൾ അത് സോൾഡർ ചെയ്യാം നമുക്ക്. ഒരു അറ്റം കളക്ടറിലേക്കും മറ്റേ അറ്റം വേറൊരു സൈഡിലേക്കും, അതായത് മറ്റേ അറ്റത്ത് നമുക്കൊരു 1K റെസിസ്റ്ററും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 3.3K റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറായിട്ടൊന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ 3.3K റെസിസ്റ്റർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറായിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1K റെസിസ്റ്റർ ഉണ്ട്. ഈ 1K റെസിസ്റ്റർ എടുത്തിട്ട് ഈ 3.39Kയുടെ ആ മറ്റേ അറ്റത്ത് നമുക്ക് സോൾഡർ ചെയ്യാം. ഇപ്പോൾ 1K റെസിസ്റ്റർ നമ്മൾ ഈ 3.3 റെസിസ്റ്ററിൻ്റെ മറ്റേ ലെഗിലേക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1000 UF കപ്പാസിറ്റർ 3.3K റെസിസ്റ്ററിൻ്റെയും 1K റെസിസ്റ്ററിൻ്റെയും സെൻട്രലത്തെ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന രീതിയിൽ, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് വരുന്ന രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ഇതിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇന്നും ഔട്ടും കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 4.7 കപ്പാസിറ്റർ അല്ലെങ്കിൽ 2 4.7 UF കപ്പാസിറ്റർ അല്ലെങ്കിൽ 10 UF കപ്പാസിറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ 10 UF കപ്പാസിറ്ററാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അതൊന്ന് കപ്പിൾ ചെയ്തിട്ട് കൊടുക്കാം. ബേസാണ് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ബേസിൽ നമുക്കൊരു 4.7 അല്ലെങ്കിൽ 10 UF കപ്പാസിറ്റർ, ഇപ്പോൾ നമുക്ക് അടുത്ത് 10 UF കപ്പാസിറ്റർ ഉള്ളത്. ഈ 10 UF കപ്പാസിറ്റർ നമുക്കിതിൽ സോൾഡർ ചെയ്യാം.
അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഈ കൊടുത്ത കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇനി ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ഒരു 10 UF കപ്പാസിറ്റർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കപ്പാസിറ്റർ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നിൽ നിന്ന് നമുക്ക് ഈ കപ്പാസിറ്ററിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടായി. ഇൻപുട്ട് എന്ന് പറഞ്ഞ ബേസിലേക്ക്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ ഈ കപ്പാസിറ്റർ വഴി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മൈക്കിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻപുട്ടുകൾ തമ്മിൽ ഈ കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് വെച്ച് നമുക്കൊന്ന് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യാം. ഇത്രയാണ് നമ്മുടെ വർക്കുള്ളത്. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ, അതായത് നമ്മുടെ ബാറ്ററി, നമുക്ക് 12 വോൾട്ട് ഇൻപുട്ടാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 12 വോൾട്ട് ഇൻപുട്ട് നമുക്ക് ഈ 1K റെസിസ്റ്ററിൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ മൈനസിൽ കൊടുക്കണം. ഈ കപ്പാസിറ്ററിൻ്റെ മൈനസിന് നേരെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കൊടുക്കണം. അതുപോലെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഗ്രൗണ്ട്, അതായത് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്ന കണക്ഷൻസിൻ്റെ ഗ്രൗണ്ട് വരുന്നത് എമിറ്ററിലാണ്. അപ്പോൾ ഈ 1000 UF കപ്പാസിറ്ററിൻ്റെ മൈനസും ഈ കളക്ടറിൻ്റെ മൈനസും തമ്മിൽ നമുക്കൊരു ലിങ്ക് ചെയ്യണം. അപ്പോൾ അത് ലിങ്ക് ചെയ്യാം. ഇപ്പോൾ കണക്ഷൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ട്രാൻസിസ്റ്റർ എടുത്തു. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നമ്മളൊരു 10K റെസിസ്റ്ററിൻ്റെ കളക്ടറും ബയേസും തമ്മിൽ കപ്ലിംഗ് ചെയ്തു. അതിലേക്ക് പിന്നെ വീണ്ടും ഒരു 3.3K റെസിസ്റ്ററിൻ്റെ ഒരു വശം നമ്മൾ കളക്ടറിലേക്ക് സോൾഡർ ചെയ്തു. 3.3K റെസിസ്റ്ററിലേക്ക് വീണ്ടും ഒരു 1K സോൾഡർ ചെയ്തു. ആ 1Kയും 3.3Kയും യോജിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു കപ്പാസിറ്റർ ഇട്ട് കൊടുത്തു. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് ഇട്ട് കൊടുത്തു. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് നമ്മളൊരു 10 UF കപ്പാസിറ്റർ എടുത്ത് ഇൻപുട്ടാക്കി. ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ, അതായത് കളക്ടർ നമ്മൾ ഈ റെസിസ്റ്ററുകൾ സോൾവ് ചെയ്ത ഭാഗം നമ്മൾ അവിടെ ഒരു കപ്പാസിറ്റർ ഇട്ട് നമ്മളിത് ഇൻപുട്ടാക്കി. ഇതിൻ്റെ എമിറ്റർ നമ്മൾ ഗ്രൗണ്ടാക്കി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ പവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 12 വോൾട്ടാണ് ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻപുട്ട് നമ്മൾ ഒരു മൈക്ക് സോക്കറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമ്മളൊരു മൈക്ക് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ ബോർഡിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു RCA പിന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് RCA പിൻ വഴി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും സോൾഡർ ചെയ്തു. ഇനി നമുക്ക് പവർ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. പവർ കണക്ഷൻ നമുക്ക് കൊടുക്കാം. പവർ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ 1K റെസിസ്റ്ററിൽ പോസിറ്റീവും ഈ കപ്പാസിറ്ററിൻ്റെ മൈനസ് ലെഗിൽ മൈനസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മളൊരു റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. ഇതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഈ മൈക്ക് പ്രീ ഉണ്ടാക്കിയത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത് ഈ ആംപ്ലിഫയറിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ സൗണ്ടാണ് കേൾക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് മൈക്കൊന്ന് ഓൺ ചെയ്യാം. ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. ഹലോ. അപ്പോൾ നമ്മൾ ഈ മൈക്ക് പ്രീ ഉണ്ടാക്കിയ മൈക്ക് പ്രീയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഈ ബോർഡ് വെച്ചിട്ട് ഞാനൊരു കരോക്കെ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.